കേരള കോൺഗ്രസിന്റെ വിമർശനം അത് അവർ പറഞ്ഞു വെക്കുന്നത് CPI വോട്ടുകൾ തങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് കേരള കോൺഗ്രസിന്റെ തിരിച്ചറിവ്. കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ വിമർശനം ഉണ്ടായത് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പലയിടത്തും തോൽവിക്ക് ഇത് കാരണമായെന്നും CPIയുടെ ശക്തി കേന്ദ്രമായ വൈക്കത്തുൾപ്പെടെ കേരള കോൺഗ്രസിന് വോട്ട് കിട്ടിയില്ലെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, നമുക്കറിയാം കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കൃത്യമായി തന്നെ LDFൽ നിൽക്കും എന്നുള്ള തീരുമാനം ജോസ് കെ മാണി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ആയിരുന്നു. അവിടെ വീണ്ടും ചില തിരിച്ചറിവുകളിലേക്ക് പാർട്ടി കടക്കുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും ജില്ലയിൽ ഉൾപ്പെടെയുള്ള തോൽവി അതിന് കാരണമെന്ത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ പങ്കുവെക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് പലയിടത്തും CPMന്റെയും CPIയുടെ ഒന്നും വോട്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രാദേശികമായ ജില്ലയിൽ നിന്നുള്ള നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ അതാത് പ്രദേശത്തെ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു വിലയിരുത്തൽ നടത്തുന്നത്. പ്രത്യേകിച്ച് വൈക്കം, ചങ്ങനാശ്ശേരി, അയർക്കുന്നം അങ്ങനെ പല മേഖലകളും അവിടെ നിന്നുള്ള പ്രതിനിധികളൊക്കെ തന്നെ ഈ ഒരു വിമർശനം ഉയർത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസ് കെ മാണി കൂടി പങ്കെടുത്ത ഒരു യോഗമാണ് നടന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു നാളുകളായി മുന്നണി മാറ്റ ചർച്ചകളെല്ലാം നടക്കുകയും അത് പരാജയപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിന് പിന്നാലെയാണ് ഈ ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇത്തരത്തിൽ വിമർശനം ഉയരുന്നത് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോലെയല്ല, ഇത്തവണ വലിയ ഇഴയെടുപ്പം പാർട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വോട്ട് ചോരില്ല എന്നൊക്കെയാണ്. പക്ഷേ കണക്കുകൾ പരിശോധിച്ചുകൊണ്ട്, കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേതാക്കൾ ഇത്തരത്തിൽ അഭിപ്രായം പങ്കുവെച്ചത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേസമയം തന്നെ ഈ മുന്നണി മാറ്റം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും അതൊക്കെ അങ്ങനെയൊന്നില്ല എന്ന് യോഗത്തിൽ ജോസ് കെ മാണി വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് ഉണ്ടായ ചർച്ചകളുടെ സാഹചര്യമൊക്കെയും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി CPMന്റെ CPIയുടെ ഒക്കെ നിലപാട് എന്ത് എന്നുള്ളതാണ് പ്രധാനം. ഏതായാലും ഇത് ഈ പറഞ്ഞത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു അഭിപ്രായ പ്രകടനമാണ്. ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നോ ശ്രീജിത്ത്? രഞ്ജിത്ത്, ഇന്നലെ യോഗത്തിനുള്ളിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുമ്പോൾ ജോസ് കെ മാണി തന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ഈ മുന്നണി മാറ്റത്തിന്റെ സാഹചര്യങ്ങളും അതല്ല അങ്ങനെ ഒരു ചർച്ച തന്നെ ഉണ്ടായിട്ടില്ല എന്നതടക്കം ജില്ലാ നേതൃത്വത്തെ ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. നമുക്കറിയാം കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേരള കോൺഗ്രസിന് ഏറ്റവും ശക്തിയുള്ള കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിന് മറ്റ് ജില്ലകളിൽ നിന്ന് അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു യോഗമായി, ഗൗരവമുള്ള ഒരു യോഗമായി അവിടെ മാറുന്നു. ആ യോഗത്തിലാണ് ഒരുമിച്ച് പോകേണ്ട CPMും CPIയും ഒക്കെ ചേർന്ന് പോകേണ്ട ഇടത്ത് അവിടെ നിന്നുള്ള വോട്ടുകൾ വന്നില്ല എന്ന വിമർശനം. അതായത് ചിഹ്നത്തിൽ മത്സരിച്ച പല സ്ഥാനാർത്ഥികളും, രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിച്ച പല സ്ഥാനാർത്ഥികളും തോൽക്കുന്നതിന് ഇതൊരു വലിയ കാരണമായി എന്ന വിമർശനമാണ് ഉയരുന്നത്. അത് സ്വാഭാവികമായിട്ടും LDFൽ ഉൾപ്പെടെ ഉയർത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ഇനിയൊരു മറ്റൊരു വിവാദത്തിലേക്ക് പോകണ്ട എന്ന നിലപാടായിരിക്കും ഒരുപക്ഷെ പാർട്ടികൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യത. പക്ഷേ അവരുടെ ആഭ്യന്തര യോഗങ്ങളിൽ ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ശരി, ഈ ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.